ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് എന്ന് പറയുന്നത്. സോ കുട്ടികൾ എപ്പോഴും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നതും ഈ സെക്ഷൻ എയിലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് തന്നെയാണ്. ബിക്കോസ് എപ്പോഴും ഒരു അൺനോൺ പാസേജ് ആയിരിക്കും. ഈ അൺനോൺ പാസേജ് വായിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയെടുത്തതിന് ശേഷം വേണം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ. സോ അതെപ്പോഴും കുട്ടികൾ ചെറിയൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. സോ ഈ സെക്ഷനിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്, ദെൻ ഗോ ബാക്ക് ടു ദ പാസേജ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് കുറച്ച് ഫെമിലിയർ ആയതിനു ശേഷം നമ്മൾ റീഡിംഗ് പാസേജ് വായിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് ആ പാസേജ് വായിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ദെൻ ടിപ്പ് നമ്പർ 2 is use contextual clues. When you came across with some difficult words or phrases in the passage, try to infer its meaning from the context of the passage. ആ പാസേജിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അതിൻ്റെ മീനിങ്സും അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഈ വേർഡ്സിൻ്റെ ഈ ഫ്രേസസിൻ്റെയൊക്കെ മീനിങ്സ് അതിൻ്റെ ആ ഒരു പാസേജിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ദെൻ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് പ്രാക്ടീസ് ടൈം മാനേജ്മെൻറ്റ്. അഫ്കോഴ്സ് ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ എ ആണ് അല്ലേ. കാരണം ഓൾറെഡി പറഞ്ഞ പോലെ അൺനോൺ പാസേജ് ആണ്. അത് ആ പാസേജ് വായിച്ച് ദെൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും അത് ശരിക്കും ടൈം കൺസ്യൂമിങ് ആണ്. സോ സെക്ഷൻ എയിൽ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ട് സെക്ഷൻ ബിയും സിയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. സോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് allocate specific time for each passage and ensure that you are stay on track. യൂഷ്വലി നമുക്ക് 2 passages ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. സോ ഒരു പാസേജിന് ഇത്ര ടൈം വെച്ച് ഞാൻ അലോക്കേറ്റ് ചെയ്യുന്നുള്ളൊരു പ്ലാനിങ് നിങ്ങൾ ആദ്യമേ നടത്തുക. സോ ആ പ്ലാനിങ്ങിനനുസരിച്ച് നിങ്ങൾ ആൻസേഴ്സ് എഴുതി പോവുകയാണെങ്കിൽ ഈ ടൈമിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ ആദ്യം തന്നെ ഈ ഫസ്റ്റ് പാസേജിന് ഇത്ര ടൈമിനുള്ളിൽ എനിക്ക് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം കണ്ടുപിടിക്കണം എന്നൊരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയാണ് ഈ ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ സെക്ഷൻ ബിയും സെക്ഷൻ സിയും ഈക്വൽ ടൈം കൊടുത്ത് നമുക്ക് വിതിൻ ദ ഗിവൺ ടൈം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഡു നോട്ട് ഫോക്കസ് ഓൺ ട്രിവിയാലിറ്റീസ്, ഫോക്കസ് ഓൺ റെലവൻറ്റ് ഡീറ്റെയിൽസ്. ഒരു പാസേജിൽ ഒത്തിരി ഇൻഫർമേഷൻ അവർ പ്രൊവൈഡ് ചെയ്യും അല്ലേ. ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ടാവും ഒരു പാസേജിൽ. നമുക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം വേണ്ട, നമുക്ക് ആവശ്യമുള്ള റെലവൻറ്റ് ഡീറ്റെയിൽസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഡു നോട്ട് ഫോക്കസ് ഓൺ ട്രിവിയാലിറ്റി, സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവിടെ വരുന്ന വേർഡ്സും മീനിങ്സും അതിൻ്റെ എല്ലാം മീനിങ് എന്താണെന്ന് ചിന്തിച്ച് ടൈം കളയാതെ നമുക്ക് ആവശ്യമുള്ള റെലവൻറ്റ് ഡീറ്റെയിൽസിൽ മാത്രം ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അതും ഈ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയാണ് ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്ന് പറയുന്നത്. സോ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ടിപ്പ് നമ്പർ 2 യൂസ് ദ കോണ്ടെക്സ്ച്വൽ മീനിങ്. ടിപ്പ് നമ്പർ 3 പ്രാക്ടീസ് ടൈം മാനേജ്മെൻറ്റ്. ടിപ്പ് നമ്പർ 4 ഡു നോട്ട് ഫോക്കസ് ഓൺ ട്രിവിയാലിറ്റീസ്, ഫോക്കസ് ഓൺ റെലവൻറ്റ് ഡീറ്റെയിൽസ്. ഈ ടിപ്സ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കും. താങ്ക് യു.